ഹലോ. എസ് സുരേഷ് ബാബു തിരക്കഥ എഴുതി ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി. ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ കാലത്തെ ആ ഒരു ചരിത്ര പാശ്ചാത്തലമാണ്. പക്ഷേ ആ ചരിത്രപരമായ വസ്തുതകളിലേക്ക് ഈ സിനിമ പോയിട്ടില്ല. പകരം ഒരു മാസ് എൻ്റർടൈൻമെൻറ്റ് ഫോർമുലയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. സിനിമ ഇപ്പോൾ സോണി ലീവിലാണ് സ്ട്രീമിംഗ് ആയിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് വോട്ടെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നത് നമ്മുടെ കേരളത്തിലാണല്ലോ. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 1957 ആ സഭ നിലവിൽ വന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ, ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ ബില്ലൊക്കെ ഇവിടെ വളരെയധികം രാഷ്ട്രീയ പാർട്ടികളുടെയും ക്രിസ്ത്യൻ സഭകളുടെയൊക്കെ വളരെയധികം എതിർപ്പ് നേടിയ ഒരു കാര്യമാണ്. അതിൻ്റെ പേരിലുണ്ടായ വിമോചന സമരമാണ് കേരളത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഇത് സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു എന്താ പറയുക, അനുകൂലമായ ഒരു നിയമമാണ് കൊണ്ടുവന്നത്. ഭൂപരിഷ്കരണ നിയമമായാലും വിദ്യാഭ്യാസ ബില്ലായാലും അതുപോലെ തന്നെ അവർ റേഷൻ കടകൾ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് ഗുണകരമായ കാര്യങ്ങളാണ് ഇതിൽ വന്നെങ്കിൽ കൂടി ഇതിനെതിരായിട്ടുള്ള ഇവരുടെ ഈ ഭൂപരിഷ്കരണ നിയമത്തിനൊക്കെ എതിരായിട്ടുള്ള വിമോചന സമരത്തിൽ മരിച്ചത് ഏതാണ്ട് 15ഓളം സാധാരണക്കാർ തന്നെയാണ് മരിച്ചതെന്നുള്ളത് വളരെയധികം വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ചുള്ള, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയൊന്നും അല്ല കേട്ടോ, സാധാരണക്കാരായ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ചുള്ള ആ ഒരു അറിവില്ലായ്മയാണ് സത്യം പറഞ്ഞാൽ ഈ ജനങ്ങൾ ഇതോടൊപ്പം നിന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വായിച്ചറിഞ്ഞപ്പോൾ. കാരണം ഇപ്പം ഇതിൽ തന്നെ പോത്തനായിട്ട് വരുന്ന നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാതെയാണ് വരുന്നത്. ഒരു ക്രിസ്ത്യൻ സഭയ്ക്ക് എന്താ പറയുക, കമ്മ്യൂണിസത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധ സേന വേണം. അതിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പോത്തൻ വരുന്നത്. പക്ഷേ ഈ പോത്തൻ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അതിലെന്താണ് ഇത്ര എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ ആ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് തിരിയുകയാണ് ചെയ്തത്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ദോഷകരമല്ലാത്തൊരു കാര്യമാണെന്ന് ഓർത്ത് പോത്തൻ അതിലേക്ക് തിരിയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബാബുരാജിൻ്റെ ക്യാരക്ടറും കമ്മ്യൂണിസത്തിനോട് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നു. മണ്ണിൽ പണിയെടുക്കുന്നതിൻ്റെ ഭൂമി അവന് തന്നെ എന്ന ഒരു ആശയം കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം ഇവിടെ ജന്മികൾക്കിടയിലും അതുപോലെ തന്നെ മുതലാളിമാർക്കിടയിലും സഭകൾക്കിടയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. ജനങ്ങൾ ഇതോടൊപ്പം കുറേ പേര് നിന്നിട്ടുണ്ട്. അവരെ പറഞ്ഞ് ഇതിൽ തന്നെ വിജയരാഘവൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നമ്മളെ മതവിശ്വാസികളല്ലാതാക്കണേന്ന് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചാണ് തോന്നുന്നത് ഈ ക്രിസ്ത്യൻ സഭകളും ജന്മിമാരും ഒക്കെ ജനങ്ങളെ ഈ ഒരു സമരത്തിന് വേണ്ടി കൂടെ നിർത്തിയത്. അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നാണ് നമുക്ക് വിമോചന സമരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ തോന്നുന്ന കാര്യം. കഥയറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ കഥയറിയാതെ നമ്മൾ കണ്ടുപോകുന്ന ഒരു സിനിമയാണ് ഈ പള്ളിച്ചട്ടമ്പി. കാരണം ഇതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അതിൻ്റെ ചരിത്ര പ്രാധാന്യമൊന്നും നമുക്ക് ശരിയായ രീതിയിലൊന്നും സിനിമ കൺവേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അറിയാതെയാണ് നമ്മൾ ഈ സിനിമ മിക്കവരും കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ സിനിമ ശരിയായ രീതിയിൽ വിജയിക്കാഞ്ഞെന്നും ആണ് എനിക്ക് തോന്നിയിട്ട്. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ വേണ്ടി ക്രിസ്ത്യൻ സഭകൾ രൂപീകരിച്ച സേനകളാണ് ക്രിസ്റ്റഫർ സേനകൾ. ആ ക്രിസ്റ്റഫർ സേനയുടെ പ്രധാനി അല്ലെങ്കിൽ അതിൻ്റെ നേതാവായിട്ടാണ് ഇവിടെ ടൊവിനോയുടെ ക്യാരക്ടർ വരുന്നത്. സിനിമ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിക്കുന്ന ഈ ടൊവിനോ എന്ന ക്യാരക്ടറിലേക്കാണ് പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ വന്ന പോത്തൻ കമ്മ്യൂണിസത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ വീണ്ടും തിരിയുന്നത് ദുഷ്ടനായ ജന്മിയിലേക്ക് തന്നെയാണ്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കുഞ്ഞമ്പു നമ്പ്യാർ എന്ന ജന്മിക്കെതിരായിട്ട്. അങ്ങനെ ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. ജാതിവർഗ വിവേചനവും സമൂഹത്തിലെ അസമത്വങ്ങളും എല്ലാം സിനിമയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അവസാനം അത് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. പോത്തൻ എന്ന ആ ഒരു വ്യക്തിയിലേക്ക്, അവൻ്റെ ജീവിതവും അവൻ്റെ കഴിഞ്ഞ കാലങ്ങളും, അത് ഒരു ക്രൂരനായ ഒരു ജന്മിക്കെതിരെ അവൻ്റെ കുടുംബം, ആ ജന്മി അവൻ്റെ കുടുംബത്തോട് ചെയ്ത ക്രൂരതകൾക്ക് എതിരെ ഉള്ള ഒരു വ്യക്തിയുടെ പോരാട്ടമായി അവസാനം സിനിമ മാറിയതുപോലെയാണ് തോന്നിയത്. ഇങ്ങനെ ഒരു ചരിത്ര പാശ്ചാത്തലം മാത്രമേ സിനിമയിൽ വരുന്നുള്ളൂ. സിനിമ രണ്ട് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. പോത്തൻ എന്ന ഒരു അധകൃത വർഗവും അതേപോലെ കുഞ്ഞമ്മൻ നമ്പ്യാർ എന്ന ഒരു മേലാളനും, അവർ തമ്മിലുള്ള പോരാട്ടമായി അവസാനം സിനിമ മാറി. ഇത് തന്നെയാണ് ഈ സിനിമയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ടൊവിനോയുടെ ക്യാരക്ടറൈസേഷനും എനിക്കെന്തോ അത്ര വർക്കായില്ല. ടൊവിനോ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്തോ ആ ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് വർക്കായില്ല. അതുപോലെ പക്ഷേ എനിക്ക് കയാദു ലോഹറിൻ്റെ റെബേക്കനെ എനിക്ക് വലിയ ഇഷ്ടമായി, എന്താണെന്നറിയില്ല. പിന്നെ പൃഥ്വിരാജിൻ്റെ ആ കെട്ടും മട്ടും വേഷവുമെല്ലാം പാസ്റ്റിൽ കാണിക്കുന്നത് കുറേ കൂടെ എഫക്റ്റീവായിട്ട് തോന്നി. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. പിന്നെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ വിമോചന സമരം താൽക്കാലികമായിട്ട് പരാജയപ്പെട്ടെങ്കിലും അതിൻ്റെ ആശയങ്ങൾ ഇവിടെ പ്രചരിക്കുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ ഭൂപരിഷ്കരണ നിയമം മൂലം
ഒരുപാട് പേർക്ക് സ്വന്തം മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് അവരുടെ ഭൂമി ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എത്രയോ മനുഷ്യരുടെ ത്യാഗങ്ങളും എത്രയോ മനുഷ്യരുടെ രക്തസാക്ഷിത്വം എല്ലാമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നേടിത്തരുന്നത് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ അവസരത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തെക്കുറിച്ചും ഓർത്തു പോകുന്നു. എത്രയോ മനുഷ്യരുടെ, ഇപ്പം ചെറിയ കുട്ടികളാണ് ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, എത്രയോ മനുഷ്യരുടെ ദൃഢനിശ്ചയം, ത്യാഗവും അവരനുഭവിക്കുന്ന ദുരവസ്ഥകളും എല്ലാം മൂലമാണ് നമുക്ക് അവർക്ക് പിറകിൽ വരുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചവരുടെ പിറകിൽ വരുന്നവരുടെ ജീവിതം എത്രയോ സുഗമമാക്കുന്നു. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കുന്ന ഈ സമാധാനപരമായ ജീവിതവും എല്ലാം ഇതിനും പിന്നിൽ പ്രവർത്തിച്ചവരുടെ ത്യാഗവും കണ്ണീരും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും എല്ലാം ചേർന്നാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത്. ഇടയ്ക്കെങ്കിലുമൊക്കെ നമുക്ക് അവരെ ഓർക്കുകയും അവരെ നമിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന വികാരങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുമല്ലോ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബായ്.